السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، أعوذ بالله من الشيطان الرجيم. فذوقوا بما نسيتم لقاء يومكم هذا إنا نسيناكم وذوقوا عذاب الخلد بما كنتم تعملون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, സൂറത്തു സജദ 14-ാമത്തെ ആയത്ത് വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ. കഴിഞ്ഞ ക്ലാസ്സിലൂടെ നരകവാസികളായ ആളുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന അവരുടെ ആ കേണപേക്ഷ, ആ അപേക്ഷക്ക് അള്ളാഹു നൽകുന്ന മറുപടി, അതാണ് നമ്മൾ പറഞ്ഞ് വിശദീകരിച്ചു തുടങ്ങി. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്താണ് അള്ളാഹു അവരോട് പറഞ്ഞത്? ആകയാൽ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുവീൻ. ബിമാ നസീത്തും, നിങ്ങൾ മറന്നു കളഞ്ഞത് കാരണത്താൽ. ലിഖാഅ യൗമിക്കും ഹാദാ, നിങ്ങളുടെ ഇന്നത്തെ ഈ ദിവസത്തെ കണ്ടുമുട്ടുന്നത് നിങ്ങൾ മറന്നു കളഞ്ഞത് കാരണത്താൽ നിങ്ങൾ നരകശിക്ഷ അനുഭവിച്ചുകൊള്ളൂ, ആസ്വദിച്ചുകൊള്ളൂ. ഇന്നാ നസീനാക്കും, തീർച്ചയായും നാമും നിങ്ങളുടെ കാര്യം വിസ്മരിച്ചിരിക്കുകയാണ്. വദൂഖു അദാബൽ ഖുൽദി, ശാശ്വതമായ നരകശിക്ഷ നിങ്ങൾ അനുഭവിച്ചോളൂ, രുചിച്ചോളൂ, ആസ്വദിച്ചോളൂ. ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ കാരണത്താൽ, നിങ്ങൾ ചെയ്ത ചെയ്തികൾ കാരണത്താൽ. ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ബിമാ നസീത്തും, നിങ്ങൾ മറന്നു കളഞ്ഞത് കാരണത്താൽ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞിടത്തുള്ള ആ മറവി ഏതാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ വിശദീകരിച്ചു കൊണ്ടിരുന്നത്. സാധാരണഗതിയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഒരാളൊരു കാര്യം മറന്നാൽ അതിന് ശിക്ഷയില്ല. എന്നാൽ ഇവിടെ അള്ളാഹു പറഞ്ഞത് എന്താണ്? നിങ്ങൾ മറന്നത് കാരണത്താൽ ആസ്വദിച്ചുകൊള്ളൂ എന്ന്. അപ്പോൾ ഇത് ആക്ഷേപാർഹമായ ഏതോ ഒരു മറവിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് വിശദീകരിച്ചത്. മറവികൾ പല വിധത്തിലുണ്ട്. മനുഷ്യപ്രകൃതം എന്ന നിലക്ക് മനുഷ്യ സഹജമായ മറവികൾ, അതിന് അള്ളാഹു ശിക്ഷിക്കുകയില്ല. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. അള്ളാഹു നമ്മളോട് അത് ഏറ്റെടുത്തതുമാണ്. റബ്ബന ലാ തുആഖിദ്ന ഇൻ നസീന ഔ അഖ്തഅന, നമ്മുടെ പ്രാർത്ഥനയാണത്. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ മറന്നുപോയെങ്കിൽ, പിഴവ് ബാധിച്ചെങ്കിൽ നീ ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കല്ലേ. അതിന് അള്ളാഹു മറുപടിയും പറഞ്ഞിട്ടുണ്ട്, ഖദ് ഫഅൽതു, അതെ, ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. ഒരാൾ മനുഷ്യ സഹജമായ ഒരു കാര്യം മറന്നതിൻ്റെ പേരിൽ ഞാൻ ശിക്ഷിക്കൂല. അബദ്ധം മനുഷ്യനിൽ ഏതെങ്കിലും ഒരു കാര്യം അവൻ അറിയാതെ ഒരു പിഴവ് പറ്റി എന്നുള്ളത് കാരണത്താൽ, വിവരമില്ലായിരുന്നു, വിവരമില്ലാത്തതിൻ്റെ പേരിൽ അവനൊരു പിശക് പറ്റി, അതിൻ്റെ പേരിലും നാം ശിക്ഷിക്കുകയില്ല എന്ന് അല്ലാഹു തആല നമ്മളോട് ഏറ്റ അവൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് സംബന്ധമായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ടത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. അള്ളാഹു നൽകുന്ന റഹ്മത്താണത് എന്നും അങ്ങനെ നമുക്ക് മറന്നാൽ
ആ മറന്നതിൻ്റെ പേരിൽ റബ്ബ് ശിക്ഷിക്കുകയില്ലെന്ന് മാത്രമല്ല, മറന്നുപോയത് വീണ്ടെടുക്കാനുള്ള ധാരാളം അവസരങ്ങൾ വ്യത്യസ്തങ്ങളായ ഇബാദത്തുകളിൽ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ വിശദമായി നമ്മൾ പറഞ്ഞതാണ്. ഓർമ്മ പുതുക്കുവാൻ വേണ്ടി മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു, ആവർത്തിക്കുന്നില്ല. ഇനി നമുക്ക് ഇന്ന് മനസ്സിലാക്കുവാനുള്ളത്, എങ്കിൽ അള്ളാഹു ഇവിടെ പറഞ്ഞ ആ നിസിയാൻ എന്താണ്? ബിമാ നസീത്തും, നിങ്ങൾ മറന്നത് കാരണത്താൽ നിങ്ങൾ നരകശിക്ഷ ആസ്വദിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ ആ മറവി ഏതാണ്? അത് ആക്ഷേപാർഹമായ, മനുഷ്യന് ശിക്ഷ കിട്ടുന്ന മറവിയാണ്. അങ്ങനെ ഒരു മറവിയുണ്ട്. ആ മറവിയെ സംബന്ധിച്ചിടത്തോളം അത് സാധാരണഗതിയിൽ എനിക്ക് ഓർമ്മലായിട്ട് ചെയ്യാതിരിക്കുന്ന മറവിയല്ല. അതുകൊണ്ട് തന്നെ അറബി ഭാഷയിൽ മുഫസ്സിരീങ്ങൾ ഈ നിസിയാനിനെ സംബന്ധിച്ച് പറഞ്ഞിടത്തൊക്കെ ജനങ്ങൾ മറന്നുകളഞ്ഞു, അവർ മറന്നുകളഞ്ഞു എന്നൊക്കെ യഹൂദികളെക്കുറിച്ച്, നസറാനികളെക്കുറിച്ച്, മുനാഫിക്കുകളെക്കുറിച്ച്, കാഫിറുകളെക്കുറിച്ചൊക്കെ അല്ലാഹു തആല ധാരാളം സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അവർ മറന്നൊരു നിമിത്തം എന്ന് ധാരാളം ആയത്തുകളിലുണ്ട്. അതൊക്കെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞ കാര്യം നമ്മൾ മറക്കരുത്. അവിടുത്തെയൊക്കെ മറവി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം നസിയ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം തറക്കാനാണ്. നസൂ, അവര് മറന്നു എന്ന് പറഞ്ഞാൽ തറക്കൂ വ അഅറദൂ എന്നാണ് മുഫസ്സിരീങ്ങൾ അവിടെ വ്യാഖ്യാനം കൊടുത്തത്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അവിടുത്തെ മറവി എന്ന് പറഞ്ഞാൽ അതെന്താണ്? അവർ ഒഴിവാക്കുകയാണ്, വേണ്ടാന്ന് വെക്കുകയാണ്, മൈൻഡ് ചെയ്യാതിരിക്കുകയാണ്. അതാണ് ആ മറവി. അതാണ് ഇവിടെ പറഞ്ഞ മറവിയും. നിങ്ങൾ ആസ്വദിച്ചുകൊള്ളൂ, നിങ്ങൾ അനുഭവിച്ചുകൊള്ളൂ, നിങ്ങൾ മറന്നത് കാരണത്താൽ എന്ന് പറഞ്ഞാൽ ആ മറവി നമ്മുടെ പ്രകൃതി സഹജമായിട്ടുണ്ടാകുന്ന മറവിയല്ല. മറിച്ച് മനഃപൂർവം കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും അത് നെവർ മൈൻഡ്, ഞാനത് പരിഗണിക്കൂല, ഞാനത് അവഗണിക്കുന്നു, ഞാനത് ചെയ്യൂല എന്ന മർക്കടമുഷ്ടിയും ധാർഷ്ട്യ മനോഭാവവും ഉള്ള ആ നിലക്കുള്ള അന്നിസിയാനുൽ മുതഅമ്മിദ്, മനഃപൂർവമുള്ള അവരുടെ ആ അവഗണന, അവിടെ അഅറദു എന്നാണ് പല മുഫസ്സിരീങ്ങളും നസൂ എന്നുള്ളതിന് വ്യാഖ്യാനം കൊടുത്തത്. തറക്കൂ വ അഅറദു, എന്താ അതിനർത്ഥം? അവർ നിയമങ്ങളെ ഉപേക്ഷിച്ചു. വ അഅറദു, അള്ളാഹു അവരെ പഠിപ്പിച്ച നിയമങ്ങളെ അവർ അവഗണിച്ചു, തിരിഞ്ഞുകളഞ്ഞു എന്നൊക്കെയാണ്. മഹാനായ ഖുർആൻ വ്യാഖ്യാതാവായ ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പലയിടങ്ങളിലും ഈ അവർ മറന്നുകളഞ്ഞു എന്നുള്ള ഭാഗത്തെ വിശദീകരിക്കുന്നിടത്ത് ആക്ഷേപാർഹമായ നിലക്കുള്ള ഈ മറവിയെക്കുറിച്ച് പറയുന്നിടത്തൊക്കെ മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ പറയും തറക്കൂ, അതൊരു മറവിയല്ല. എന്താണ്? വേണ്ടാന്ന് വെച്ചതാണ്, മനഃപൂർവ്വം ഒഴിവാക്കുകയാണ്, ധിക്കാരാണ്, മർക്കടമുഷ്ടിയാണ്, അറിയാഞ്ഞിട്ടല്ല. നേരത്തെ പറഞ്ഞ നമ്മുടെ ദുആയിലുള്ള റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വ അഖ്തഅനാ എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, അത് രണ്ടുകൊണ്ടുമല്ല, മറന്നിട്ടുമല്ല, വിവരക്കേടുകൊണ്ടുമല്ല, കാര്യമൊക്കെ അറിയാം, ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞത്? സൂറത്തുൽ കഹ്ഫിലെ ഒരായത്ത് നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. അല്ലാഹു തആല വളരെ വ്യക്തമായി നമ്മളെ ചിന്തിപ്പിക്കുന്ന നിലക്ക് പറഞ്ഞില്ലേ, കടുത്ത അക്രമി വേറെ ആരാ ഉള്ളത്? വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി ഫഅറദ അൻഹാ വനസിയ മാ ഖദ്ദമത് യദാഹ്. നോക്കൂ നിങ്ങൾ, വളരെ വ്യക്തമാണ്. അതേ വെള്ളിയാഴ്ച സുബഹിക്ക് നമുക്ക് പാരായണം ചെയ്യൽ സുന്നത്തുള്ള ഈ സൂറത്തു സജദയിലും ഇതേ കാര്യം തന്നെ ഇനി വരാൻ പോകുന്നുണ്ട്. വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അഅറദ അൻഹാ എന്നാണ് ഇതിൽ പറയുന്നത്. എന്താ അവിടെയൊക്കെ പറയുന്നത്? അല്ലാഹു തആല പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി അതിൻ്റെ ഓരോ പ്രയോഗങ്ങളിലും ഒരുപാട് ആശയങ്ങളാണ് റബ്ബ് നിറച്ചു വെച്ചിട്ടുള്ളത്. അല്ലാഹ് ചോദിക്കുകയാണ്, വമൻ അദ്ലമു, ഏറ്റവും കടുത്ത അക്രമി വേറെ ആരാണുള്ളത്? അങ്ങനെ അല്ലാഹ് പ്രയോഗിച്ച കുറേ പാപങ്ങളുണ്ട്. വമൻ അദ്ലമു എന്ന് ആരംഭിച്ചുകൊണ്ട് അള്ളാഹു നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന കുറേ പാപങ്ങളുണ്ട്. ഏതെടുത്തു നോക്കിയാലും കടുത്ത പാപങ്ങളാണ്. ഒന്ന് വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹിൽ കദിബ എന്ന് കാണാൻ സൂറത്തു സഫ് അടക്കമുള്ള അധ്യായങ്ങളിൽ. അള്ളാഹിന്റെ പേരിൽ കള്ളം പറയാം, കടുത്ത അക്രമമാണല്ലോ. ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്കാണ് കടുത്ത അക്രമം, വമ്പിച്ച അക്രമം തന്നെ എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്.
അതേപോലെ തന്നെ വഹി കിട്ടാതെ എനിക്ക് അള്ളാഹുവിങ്കൽ നിന്ന് ഹോട്ട് ലൈൻ വിവരം കിട്ടുന്നുണ്ട് എന്ന് പറയുന്നവനേക്കാൾ കടുത്ത ആക്രമി ആരാണുള്ളത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഒക്കെ അള്ളാഹിന്റെ പേരിലുള്ള നുണ പറയലുകളാണ്. അതേപോലത്തെ ഒരു പ്രയോഗമാണ് ഇവിടെ പറയുന്നത്. അപ്പം അത് നമ്മുടെ മനസ്സിൽ നമ്മൾ ഇപ്പം അൽ-കഹ്ഫ് നമ്മൾ ഓതുമ്പോഴും ഈ സജദ ഓതുമ്പോഴും ഒക്കെ ആ വചനം നമ്മൾ മറക്കാൻ പാടില്ല. ഏറ്റവും കടുത്ത അക്രമി ആരാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ മനസ്സിൽ ഞെട്ടലുണ്ടാക്കണം. റബ്ബേ ഞാൻ അതിൽ പെട്ടോ. എന്താ അവരുടെ സ്വഭാവം പറയുന്നത്? അതാ നമ്മൾ ഇവിടുത്തെ വിഷയം. ആരേക്കാൾ മിമ്മൻ ഒരുത്തനേക്കാൾ കടുത്ത അക്രമി വേറെ ആരാനുള്ളത്? എന്താണ് ആ മനുഷ്യന്റെ പ്രത്യേകത? സുക്കിറ, അവൻ ഉത്ബോധിപ്പിക്കപ്പെട്ടവനാണ്. സുക്കിറ, അവൻ ഉത്ബോധിപ്പിക്കപ്പെട്ടവനാണ്. വഅ്ള് കേൾക്കാത്തവനല്ല, ഇൽമു കിട്ടാത്തവനല്ല, പഠിക്കാത്തവനല്ല. നേരത്തെ പറഞ്ഞ് വിവരം കെട്ട അറിവില്ലാത്ത ഏതോ ഒരു പടു ജാഹിലൊന്നുമല്ല. മിമ്മൻ ദുഃഖിറ, ഉത്ബോധിപ്പിക്കപ്പെട്ട മനുഷ്യനാണവൻ. എന്നിട്ടോ എന്താ അവനോട് ഉത്ബോധിപ്പിക്കപ്പെട്ടത്? ബി ആയാതി റബ്ബിഹി, യജമാനനായ തന്നെ സൃഷ്ടിച്ച് തനിക്ക് ഔദാര്യമായി ഓക്സിജനും വായുവും വെള്ളവും നിസ്സീമമായി ജനിച്ച നാള് തൊട്ട് അല്ല, മാതാവിൻ്റെ ഗർഭാശയത്തിലായിരിക്കെ വേണ്ടതൊക്കെ വേണ്ട അളവിൽ നൽകി തന്നെ പരിപാലിച്ച് വളർത്തിയുണ്ടാക്കുന്ന ഏറ്റവും വലിയ കാരുണ്യവാനായ റബ്ബിൻ്റെ ആയത്തുകളും ഉത്ബോധനങ്ങളും ഒക്കെ കേട്ടിട്ടും എന്താ പറഞ്ഞത്? കണ്ടോ, നേരത്തെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി വിശദീകരിച്ചു എന്ന് പറഞ്ഞില്ലേ? തറകൂ വ അഅറദൂ. ഉത്ബോധിപ്പിക്കപ്പെടാഞ്ഞിട്ടല്ല, അറിവില്ലാഞ്ഞിട്ടല്ല. അവനറിയാ ഇന്നതൊക്കെ ഹറാമാണ്, ഇന്നതൊക്കെ ഹലാലാണ്, ഇന്നതൊക്കെ ഞാൻ ചെയ്യൽ നിർബന്ധമാണ്, ഇന്നതൊക്കെ എനിക്ക് അരുതാത്തതാണ്. വിവരണ്ട്, അറിയാം, സ്വയം അറിയാം, ഉത്ബോധിപ്പിക്കപ്പെട്ടവനുമാണ്. ബിയാക്കളിലൂടെ ഉത്ബോധനം കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെന്താ പ്രശ്നം? സജദയിൽ പറയുന്നത് സുമ്മ ഇറലാൻ, അതോടൊത്തും നമുക്ക് ശരീരിക്കേണ്ടത്. അപ്പൊ ഞാൻ സൂചന മാത്രം പറയാണ്. അപ്പൊ അതിൽ നിന്നവൻ പിന്തിരിഞ്ഞു കളഞ്ഞു. വനസിയ, അവൻ മറന്നു കളഞ്ഞു. എന്താ മറന്നു കളഞ്ഞതെന്നറിയോ? മാ ഖദ്ദമത്തിയതാ, അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ മറന്നു കളഞ്ഞു. ഉത്ബോധനങ്ങളൊന്നും ചെവിക്കൊണ്ടില്ല. ഈ രൂപത്തിൽ ജീവിക്കുന്നവനേക്കാൾ കടുത്ത അക്രമി ആരാണുള്ളത്? നമ്മളതിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അറിവ് കിട്ടിയിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും ഞാൻ എന്ത് ചെയ്യാണ്? ഒരവഗണനാ നയം എനിക്ക് കാര്യങ്ങളോട്. അത് ഹലാല, ഇന്നതാണ് ഹറാമെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെതായ ചില പ്രശ്നങ്ങൾ എത്തുമ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ആ ഹറാം അവഗണിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ മറവി, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അറിഞ്ഞിട്ടും അതാണ് ബനൂ ഇസ്രായേലരെ സംബന്ധിച്ച് അവർ ശപിക്കപ്പെടാനുണ്ടായ കാരണം പരിശുദ്ധ ഖുർആൻ പലയിടത്തും പറഞ്ഞല്ലോ. ഉദാഹരണം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. 2-3 ആയത്തുകൾ ഒരുപാട് സ്ഥലത്ത് അവരുടെ ഈ നിസിയാന് പറയുന്നുണ്ട്. ഈ പറഞ്ഞ ആക്ഷേപാർഹമായ മറവി ശരിക്ക് നമ്മുടെ ശ്രദ്ധയിലുണ്ടാവണം. ആ മറവിയെ ആക്ഷേപിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞ ഒരു 3-4 ആയത്തുകൾ മാത്രം ഞാൻ സാമ്പിളിന് ഉദ്ധരിക്കുകയാണ്. ഒന്ന് സൂറത്തുൽ മാഇദ 13-ാമത്തെ ആയത്ത് യഹൂദികളെ കുറിച്ച് പറയുകയാണ്. ഫബിമാ നഖ്ളിഹിം മീസാഖഹും ലഅന്നാഹും وجعلنا قلوبهم قاسية يحرفون الكلم عن مواضعه ونسوا حظا مما ذكروا به. മായിദയിലെ 13-ാമത്തെ ആയത്തിൻ്റെ ഒരു ഫസ്റ്റ് ഭാഗമാണിത്. ശേഷം ആയത്ത് പിന്നെ തുടർന്നുണ്ട് ഫാഖറൈന എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇവിടെ എന്താ പറയുന്നത്? യഹൂദികളെ കുറിച്ച് പറയാണ്. അവർ കരാറുകൾ ലംഘിച്ചതുകൊണ്ട്, ചുരുക്കി പറയണ ഞാൻ, യഹൂദികൾ അവരോട് അള്ളാഹു പറഞ്ഞിട്ടുള്ള കരാറുകൾ ലംഘിച്ചത് കാരണത്താൽ ലഅന്നാഹും, നാം അവരെ ലഅനത്ത് ചെയ്തു, നാം അവരെ ശപിച്ചു. വജഅൽനാ ഖുലൂബഹും ഖാസിയ, അവരുടെ ഹൃദയങ്ങൾ കടുത്തുറച്ചതാക്കി മാറ്റി. പിന്നെ ആ ഹൃദയങ്ങൾ വല്ലാത്തൊരു പ്രത്യേക തരം അവസ്ഥയിലേക്കായി. അതിലേക്ക് ഇനി വെളിച്ചം കയറൂല, അത്ര അവർ മോശക്കാരായി മാറി. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തും ചെയ്യാമെന്നായി. വേദവാക്യങ്ങളിലെ വചനങ്ങളിൽ പോലും അവർ കൈക്രിയ നടത്തി. അള്ളാഹ് അവതരിപ്പിച്ച വചനങ്ങൾ കൈക്രിയ നടത്തുക എന്ന് പറഞ്ഞാലോ, അള്ളാഹിൻ്റെ ഖുർആനിന് മാത്രം ഇന്നത് കഴിയൂല എന്ന് അള്ളാഹ് ഏറ്റതാണ്. എത്ര ഒരുപാട് ശക്തികളുണ്ടെങ്കിലും ഖിയാമത്ത് നാൾ വരെ ഈ ഖുർആനിൽ അക്ഷരഭേദം വരുത്താൻ ഒരാളെ കൊണ്ട് കഴിയൂല, പെട്ടെന്ന് കണ്ടുപിടിപ്പിക്കപ്പെടും.
ഏത് ഇസ്ലാമിന്റെ ശത്രു ഈ ഖുർആനിൽ എന്തെങ്കിലും കടത്തിക്കുട്ടിയാൽ നിമിഷ നേരത്തിനകം അത് കണ്ടുപിടിക്കപ്പെടും. അത് അള്ളാഹു ഇവിടെ അവൻ പ്രകടിപ്പിച്ചൊരു മുഅ്ജിസത്താണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അതിനെ ഞാൻ സംരക്ഷിക്കുന്നു. ലോകത്ത് എത്ര കൊല്ലമായി എന്നറിയോ യഹൂദികളും അതുപോലെ തന്നെ നിരീശ്വര നിർമ്മതവാദികളുമൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഈ ഖുർആനിന്റെ 114 അധ്യായങ്ങളുടെ പല ഭാഗങ്ങളിലെയും ആയത്തുകൾക്ക് നടുവിൽ പലതും തിരികെ കയറ്റാനും പലതും അതിൽ നിന്ന് വിഡ്രോ ചെയ്ത് നശിപ്പിക്കാനൊക്കെ അവരാലോചിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. നിമിഷ നേരം കൊണ്ട് ലോകത്തത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇബ്ലീസ് പിന്നെ നമ്മളെ വിട്ടിട്ടില്ല. പിന്നെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ നടക്കുന്നത് എന്താണ്? ആയത്തും ഹദീസൊക്കെ ആയത്ത് അവിടെ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ട് എനിക്ക് തോന്നിയതുപോലെ ഞാൻ അതിൻ്റെ ആശയത്തെ എന്ത് ചെയ്യുക, വക്രീകരിക്കുക. അതാണ് ഇപ്പൊ ഈ ഉമ്മത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ദുർവ്യാഖ്യാനിക്കാൻ അതിനേ പറ്റുന്നുള്ളൂ, അതിനേ പറ്റുന്നുള്ളൂ. മറിച്ച് യഹൂദികൾ എന്താ ചെയ്യുന്നത്? കിതാബിൽ തന്നെ അവർ കൈക്രിയ നടത്തിയിരുന്നു, പലതും കട്ട് ചെയ്ത്. കാരണം അതൊന്നും അങ്ങനെ ബൈഹാട്ടുണ്ടാവില്ല, ബൈഹാട്ട് ആക്കാനും കഴിഞ്ഞിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കണ്ടോ, യുഹരിഫൂനൽ കലിമ, കലിമത്തുകളെ തന്നെ മവാദിഹി, അതിന്റെ സ്ഥലങ്ങളിൽ നിന്ന് അവർ അക്ഷരഭേദം വരുത്തിയെന്നാണ്. ഹർഫുകൾ പോലെയാണ് മാറ്റിക്കളഞ്ഞു. ഇതൊക്കെ അവരുടെ സ്വഭാവമായിരുന്നു. വനസു കണ്ടോ, അതപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്. വനസു ഹല്ലം മിമ്മാ ദുക്കിറൂ ബിഹി, അള്ളാഹു അവരോട് തൗറാത്തിലൂടെ ഉത്ബോധിപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ ധാരാളം കാര്യങ്ങളെ അവർ മറന്നുകളഞ്ഞു എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി. വായിച്ച യഹൂദിയാണ് ഈ ചെയ്യുന്നത്. തൗറാത്ത് വായിച്ച യഹൂദി അവൻ ഇഷ്ടല്ലാത്തത് എന്ത് ചെയ്തു? അതിൽ നിന്ന് വെട്ടിമാറ്റി കൈക്രിയ നടത്തി. അതുകൊണ്ട് അവർക്ക് അള്ളാന്റെ എന്തുണ്ടായി എന്നാ പറയണത്? ശാപമുണ്ടായി, കോപമുണ്ടായി. വളരെ വ്യക്തമായി തന്നെ റബ്ബ് പറയാണ് മുഅ്മിനൂനിൽ 110 ആയത്തിൽ, ഫത്തഖറുതുമൂഹും സിഖിരിയൻ ഹത്താ അൻസൗകും ദിക്രി വകുൻതും മിൻഹും തദ്ഹഖൂൻ. കണ്ടോ, അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന യഥാർത്ഥത്തിലുള്ള മുഅ്മിനീങ്ങളെ. കാരണം അതിന്റെ തൊട്ട് മുമ്പുള്ള ആയത്തിൽ സത്യവിശ്വാസികൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, അവനോട് മാത്രം പാപമോചനത്തേട്ടം നടത്തുന്നവർ ദുആയുടെ പശ്ചാത്തലമാണ് അതിൻ്റെ തൊട്ട് മുമ്പ് പറയുന്നത്. അതിൻ്റെ ശേഷം അല്ലാഹു തആല പറയാണ് ഫത്തഖറുതുമൂഹും സിഖ്രിയ, അങ്ങനെയുള്ള എൻ്റെ യഥാർത്ഥ അടിമകളെ നിങ്ങൾ പരിഹാസപാത്രമാക്കി, നിങ്ങൾ അവരെ കളിയാക്കി. ഹത്താ അൻസൗകും ദിക്രി, ആ പരിഹാസം നിങ്ങളെ എന്നെ മറപ്പിച്ചു കളഞ്ഞു. കേട്ടോ, മുഅ്മിനീങ്ങളെ പരിഹസിച്ചപ്പോൾ, മുഅ്മിനീങ്ങളെ പരിഹസിക്കാൻ അവർക്ക് നിമിത്തമായത് അള്ളാഹുവിൻ്റെ ദിക്ർ അവർ ഒഴിവാക്കിയതാണ്. റബ്ബിൻ്റെ ദിക്ർ ഒഴിവാക്കിയപ്പോൾ അവരിൽ പരിഹാസം വന്നു. പരിഹാസം വന്നതും എന്തുകൊണ്ടാണ്? അവരുടെ ഈമാനില്ലായ്മയും കുഫറിൻ്റെതായ സ്വഭാവങ്ങളുമായിരുന്നു. കാരണം വകുൻതും മിൻഹും തദ്ഹഖൂൻ, നിങ്ങൾ മുഅ്മിനീങ്ങളെ കാണുമ്പോൾ ചിരിച്ച് തള്ളുകയായിരുന്നു. അന്ധവിശ്വാസികൾ പൊട്ടന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കൂ. നിങ്ങൾ അവിടെയും അള്ളാഹു പ്രയോഗിച്ചത് എന്താണ്? എൻ്റെ ദിക്റിനെ വരെ എന്നെക്കുറിച്ച് ഓർക്കാമെന്ന് നിങ്ങൾക്ക് സമയമുണ്ടായില്ല, എൻ്റെ ഓർമ്മ നിങ്ങളെ മറപ്പിച്ചു കളഞ്ഞു എന്നാണ്. ഇതൊക്കെ വിശദീകരിക്കുന്നുണ്ട് മുഫസ്സിരീങ്ങൾ വളരെ വിശദമായിട്ട്. അതേപോലെ തന്നെ നാളെ മഹ്ശറിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകളെ ഒരുമിച്ച് കൂട്ടുമ്പോൾ അല്ലാഹ് പറയുന്നുണ്ട് സൂറത്തുൽ ഫുർഖാനിലെ 17-18 ആയത്തുകളിലൂടെ, വയൗമ യഹ്ശുറുഹും വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹ് ഫയഖൂലു അൻതും അദ്ലൽതും ഇബാദി ഹൗലാഇ അം ഹും ളല്ലു സബീൽ ഖാലൂ സുബ്ഹാനക മാ കാന യൻബഗി ലനാ അൻ നത്തഖിദ മിൻ ദൂനിക മിൻ ഔലിയാ വലാകിൻ മത്തഅതഹും വആബാഅഹും ഹത്താ നസു الذിക്റ വകാനൂ ഖൗമൻ ബൂറാ. സൂറത്തുൽ ഫുർഖാൻ. ഇതാ അവിടെ പറയുന്നത്, ഞാൻ ചുരുക്കി പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറിൽ അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചവരെയും അവരെ ആരാധിച്ച ആളുകൾ ആരൊക്കെയാണോ അവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഇവരാർക്കൊക്കെയാണോ ആരാധന കൊടുത്തതെങ്കിൽ അവരോട് അള്ളാഹ് ചോദിക്കും, എൻ്റെ അടിമകളെ നിങ്ങൾ പറഞ്ഞു പഴപ്പിച്ചതാണോ നിങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാനും നിങ്ങളെ ആരാധിക്കാനും നിങ്ങളവരോട് പറഞ്ഞിട്ട് നിങ്ങളാണോ ഇവരെ പഴപ്പിച്ചത് എന്ന് അള്ളാഹു മഹ്ശറിൽ വെച്ച് ചോദിക്കുമ്പോൾ ഖാലു, അവര് പറയും, സുബ്ഹാനക, നീ മഹാപരിശുദ്ധൻ, മാ കാന യൻബഗി ലനാ അൻ നത്തഖിദ മിൻ ദൂനിക മിൻ ഔലിയാ,
നിനക്ക് പുറമേ ഒരു രക്ഷാധികാരികളെ സ്വീകരിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് പറ്റില്ലല്ലോ അല്ലാഹുവേ. ഞങ്ങൾ അങ്ങനെ കൽപ്പിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. പിന്നെ ഇവരുടെ പ്രശ്നം എന്താ? അതാണ് ഇനി മനസ്സിലാക്കേണ്ടത്. വലാകിൻ മത്തഅതഹും, മറിച്ച് അല്ലാഹുവേ നീ അവർക്ക് ദുനിയാവിൽ ഒരുപാട് സുഖങ്ങൾ കൊടുത്തു. വാബാഹും, അവരുടെ പിതാക്കൾക്കും അങ്ങനെ ധാരാളം സുഖങ്ങൾ കിട്ടിയപ്പോൾ ഹത്താ നസുദ്ദിക്റ, അവര് അള്ളാഹുവിനെ ഓർക്കേണ്ട നിലക്ക് ഓർക്കുന്നതില്ലെന്ന് അത് അവരിലൂടെ അവർ മറപ്പിച്ചു കളഞ്ഞു, അവർ മറന്നു കളഞ്ഞു. അങ്ങനെ വക്കാനു ഖൗമൻ ബൂറ, അവർ നശിച്ച ഒരു ജനതയായി മാറി. നോക്കൂ നിങ്ങൾ, ഇവിടെ ശരിക്ക് ശ്രദ്ധേയമായൊരു പ്രധാനപ്പെട്ട പരാമർശം എന്താണെന്നറിയോ? സുഖങ്ങൾ കൊടുത്തപ്പോൾ അവർ അള്ളാഹനെ മറന്നു എന്നാ പറഞ്ഞത്. ഇത് പരലോകത്ത് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് ആരാധിച്ച യഥാർത്ഥത്തിലുള്ള അവരറിയാത്ത നിരപരാധികളായ ആളുകളോടല്ല ചോദിക്കുന്നതാണ്. മലക്കുകൾ ആരാധിച്ചിട്ടുണ്ട്, മലക്കുകൾ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ ആരാധിക്കണം? നബിമാരെ ആരാധിച്ചവരുണ്ട്, അവർ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ ആരാധിക്കണം? അവരോട് അള്ള ചോദിക്കേണ്, നിങ്ങളാണോ നിങ്ങളെ പ്രാർത്ഥിക്കാൻ, നിങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും നിങ്ങളാണോ ഇവരെ പറഞ്ഞു പഴപ്പിച്ചത്? അപ്പൊ അവർ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണെന്ത്? ഇല്ല റബ്ബേ, ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂലല്ലോ. സമാനമായ കാര്യങ്ങൾ നമുക്ക് ഈസാ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു. ഇതേപോലെ മുഅ്മിനീങ്ങളൊക്കെ അന്ന് അവിടുന്ന് പറയും, ഞങ്ങളറിയില്ല, ഞങ്ങൾക്കത് പാടില്ലല്ലോ. അടുത്ത പോയിന്റാണ് നമ്മൾ ഈ ആയത്ത് ഇവിടെ കേൾപ്പിക്കാൻ കാരണം. വലാകിൻ മത്തഅതഹും വആബാഅഹും, അവർക്കും അവരുടെ പിതാക്കൾക്കൊക്കെ പടച്ചോനെ ഒരുപാട് സുഖങ്ങൾ കൊടുത്തു. അങ്ങനെ അവര് അള്ളാഹിനെ കുറിച്ചുള്ള നിയമങ്ങളും അവനെക്കുറിച്ചുള്ള അധ്യാപനങ്ങളും മറന്ന് ജീവിച്ചു. അതിൻ്റെ അർത്ഥം എന്താ? മനുഷ്യനെ ഉന്മത്തനാക്കുന്നത്, മനുഷ്യനെ റബ്ബിനെ കുറിച്ചുള്ള യഥാർത്ഥമായ ജീവിതത്തിൽ നിന്ന് തെറ്റിക്കുന്നതിൻ്റെ പല കാരണങ്ങളിൽ പ്രധാനപ്പെട്ടൊരു കാരണം എന്താണ്? സുഖങ്ങൾ കൂടുമ്പോഴാണ്. സുഖം കൂടുമ്പോൾ അള്ളാഹനെ അങ്ങനെ മറക്കും. അതിൻ്റെ തഫ്സീർ തേടി പോകേണ്ടതൊന്നുമില്ല. നമ്മൾ നമ്മളിലേക്ക് നോക്കിയാൽ മതി. പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഉള്ള കാലത്തുള്ള ജീവിതവും ഇത്തിരി പച്ച പിടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള മുസ്ലിം ഉമ്മത്തിൻ്റെ സമീപനവുമൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ, പണവും ഡോളറും ഗൾഫിൻ്റെതായ വരുമാനങ്ങളും ഉണ്ടായപ്പോൾ ഒരു കാലത്ത് മതാധ്യാപനങ്ങളെ നെഞ്ചേറ്റിയിരുന്ന നമ്മുടെ സമുദായത്തിലെ മെമ്പർമാർ ഇന്നതിനെ ധിക്കാരത്തോടുകൂടെ വെല്ലുവിളിച്ച് ഞങ്ങളുടെ പണമാനടാ, ഞങ്ങളുടെ സമ്പത്താനടാ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു തോന്നിവാസം കാണിച്ചുകൊണ്ട് ധിക്കാരം കാണിക്കാൻ നിമിത്തമായ ഏക സംഗതി എന്താണെന്നറിയോ? ഈ പണം, ഈ സൗകര്യങ്ങള്. അതാ മുത്തു മുസ്തഫ സഹാബത്തിനോട് മുന്നറിയിപ്പ് കൊടുത്തു, സഹാബിമാരെ, ലാ അഖ്ശാ അലൈക്കുമുൽ ഫഖറ. അതിനർത്ഥം നിങ്ങൾ ദാരിദ്ര്യം വരുമോ നിങ്ങളെ കാര്യത്തിൽ എനിക്ക് പേടിയല്ല, നിങ്ങൾ ദരിദ്രരായി പോകുന്നതിലല്ല എനിക്ക് പേടി, മറിച്ച് നിങ്ങൾക്ക് ദുന്യാവ് വിശാലമാക്കി അള്ളാഹ് അങ്ങോട്ട് തരുന്നതിൻ്റെ കാര്യത്തിൽ മാത്രം ഞാൻ പേടിക്കുന്നത്. അങ്ങനെ കിട്ടിയാലോ മുൻഗാമികളായ സമുദായങ്ങൾ നശിച്ചു പോയതുപോലെ നിങ്ങളും നശിക്കും. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഞാനും നിങ്ങളൊക്കെ പഠിക്കേണ്ട പാടാണ്. സുഖങ്ങളും സൗകര്യങ്ങളൊക്കെ വർദ്ധിക്കുമ്പോൾ നമ്മൾ പടച്ചോനെ മറന്ന് കളിക്കുക. സമ്പത്തും എല്ലാ അർത്ഥത്തിലുമുള്ള നമ്മൾ വിചാരിച്ചതിനൊക്കെ നമ്മളെ കയ്യിൽ പണം ഉണ്ട് എന്ന് കണ്ട അള്ളാന്റെ നിയമങ്ങളാണ് കാറ്റിൽ പറത്തുക. ആരെങ്കിലും ചോദ്യം ചെയ്താൽ വരെ, ചോദ്യം ചെയ്യൊന്നും വേണ്ട, നസീഹത്തോടെ ഉപദേശിച്ചാൽ വരെ ഓടാന്റെ പണിയാക്കിയിട്ട് ഇത് നിന്റെ മുതലാന്നറിയും, ഞാൻ എനിക്ക് തോന്നിയത് ചെയ്യും. കണ്ടോ? വലാകിൻ മത്തഅതഹും വആബാഅഹും ഹത്താ നസു الذിക്റ വകാനൂ ഖൗമൻ ബൂറ. ഖുർആൻ ശ്രദ്ധയോടെ വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് നന്നാകാൻ, അതാ ഖുർആൻ ശ്രദ്ധയോടെ വായിക്കണം എന്ന് പറയും. നമ്മൾ ആ വിഭാഗത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ടോന്ന് വേറെ ആരുടെയും മുഖത്ത് നോക്കിയിട്ട് നമ്മൾ ആരെയും പരിശോധിക്കണ്ട. ഓരോരുത്തരും അവരവരുടെ കാര്യത്തിൽ ചിന്തിക്കുക, ഇപ്പറഞ്ഞ ആ പട്ടികയിൽ ഞാനുണ്ടോ? ദാരിദ്ര്യമുള്ള കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളെ ഭയത്തോടെ ഭക്തിയോടെ വീക്ഷിക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്തിരുന്ന ആയിരങ്ങൾ ഇന്ന്
പണക്കൊഴുപ്പ് കിട്ടിയപ്പോ, ഇത്തിരി പച്ച പിടിച്ചപ്പോ എല്ലാം മറന്നു. ധിക്കാരത്തിൻ്റെ വാക്കുകൾ വരെ പറയാൻ തുടങ്ങി. അള്ളാനെ വെല്ലുവിളിക്കുന്നു, റസൂലുള്ളാനെ പരിഹസിക്കുന്നു, ഇസ്ലാമിൻ്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നു. മുസ്ലിമീങ്ങളാണ് അതിൽ മുമ്പിൽ എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരം. നമ്മളാൾക്കാർ എന്തുകൊണ്ടാണെന്നറിയോ? ഇത് കിട്ടിയതുകൊണ്ട്. അപ്പൊ നമ്മളെ അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, വിശ്വാസികളെ ലാ തുൽഹിക്കും, ആദ്യം തന്നെ പറഞ്ഞാൽ എന്താ? അംവാലുക്കും. നിങ്ങളെ മുതല് കാരണം നിങ്ങൾ അള്ളാഹിന്റെ ദിക്റിനെ കുറിച്ച് ശ്രദ്ധ തെറ്റരുത് കേട്ടോ. പിന്നെ മക്കളെ കാര്യം പറഞ്ഞത്, ഇന്നമാ അംവാലുക്കും വൗലാദുക്കും ഫിത്ന. വലിയ പരീക്ഷണമാണിത്. മുതൽ കിട്ടുന്നത് തെറ്റല്ല, മക്കളെ കിട്ടുന്നത് തെറ്റല്ല, അനുഗ്രഹമാണ്. ഒരേ അവസരത്തിൽ അനുഗ്രഹവുമാണ് ശിക്ഷയുമാണ്, പരീക്ഷണമാണ്. നോക്കുകയാണ് അള്ളാഹ് തന്നിട്ട്. എന്താ ഒന്നുകൊണ്ട് ചെയ്യുന്നത്? എന്താ ഇവന്റെ നിലപാട്? അപ്പൊ സുഹൃത്തുക്കളെ, ഈ മറവി, ഇത് ആക്ഷേപാർഹമായ മറവി, ഇതൊക്കെ ആരെക്കുറിച്ചും കൂടി പറഞ്ഞതാണ്. ഇത് മക്ക അറേബ്യൻ മുശ്രിക്കുകള്, യഹൂദികള്, ഇവരെ കുറിച്ചൊക്കെ അല്ലാഹു തആല ഇത് പറഞ്ഞു. ഇവരൊക്കെ ശപിക്കപ്പെടാനുണ്ടായ കാരണം ഇതായിരുന്നു എന്നും അല്ലാഹ് പറഞ്ഞു. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കും, അതൊക്കെ യഹൂദികളെ കുറിച്ചല്ലേ, അതൊക്കെ നസറാനികളെ കുറിച്ചല്ലേ എന്ന് പറയാൻ നമുക്ക് വകുപ്പുണ്ടോ? ദിനേന അള്ളാഹിനോട് നമ്മളെന്താ ദുആ ചെയ്യുന്നത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹുവേ, നേർമാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തി തരണേ, വഴിതെറ്റല്ലേ. ഏതാണ് ആ നേർമാർഗം? നിന്റെ അമ്പിയാക്കള്, ശുഹദാക്കള്, സിദ്ദീഖീങ്ങള്, സാലിഹീങ്ങളൊക്കെ നടന്ന് ജീവിച്ച പോയൊരു വഴിയുണ്ട്, അതിൽ നിന്ന് ഞാൻ തെറ്റല്ലേ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. നിന്റെ കോപത്തിനും ശാപത്തിനുമൊക്കെ വിധേയരായിട്ടുള്ള യഹൂദി നസറാനികളുടെ വഴിയിലും പെടുത്തല്ലേ. കണ്ടോ, ആ യഹൂദി നസറാനികൾക്ക് അള്ളാന്റെ ശാപവും കോപവും കിട്ടാൻ കാരണം അവരോട് അള്ളാഹ്ക്ക് വർഗീയത ഉണ്ടായതുകൊണ്ടൊന്നുമല്ല. പിന്നെന്തുകൊണ്ടാ? അവരുടെ ചെയ്തികൾ നിമിത്തം. ആ ചെയ്തി നമ്മളിലും ഉണ്ടായാൽ നമ്മളും എന്താകും? മഗ്ലൂബിൽപ്പെടും, ശപിക്കപ്പെടുന്നവരിൽപ്പെടും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരേ സമയം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ മറന്നു കളഞ്ഞതിനെ കുറിച്ച് അല്ലാഹു തആല ആക്ഷേപിക്കുന്ന ആ വിഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ, ഇത് നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കണേന്ന് നമ്മളൊക്കെ ഫാത്തിഹയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതേ പണി നമ്മൾ ചെയ്യും. നമ്മുടെ ഓരോ ആഘോഷങ്ങളും, നമ്മുടെ ഓരോ വിശ്വാസങ്ങളും, നമ്മുടെ ഓരോ നടപടിക്രമങ്ങളും, നമ്മുടെ വിവാഹ മേഖലകളും, നമ്മുടേതായ ബർത്ത്ഡേ പാർട്ടികളും, നമ്മുടേതായ വെഡ്ഡിംഗ് പാർട്ടികളും, നമ്മുടെ ആഹ്ലാദ പ്രകടനങ്ങളും, അതേപോലെ തന്നെ 100 കൂട്ടം കാര്യങ്ങൾ എല്ലാം അവിടെ മുസ്ലിം അവന്റെ ഐഡന്റിറ്റിയാണ് മറക്കാണ്. ഒക്കെ കാരണം എന്താണ്? പൈസ ഉണ്ട് കയ്യിൽ. എന്തോ എനിക്ക് ചെയ്യാം, പറയണവനോടെ പറഞ്ഞോട്ടെ, ഞാൻ വകവെക്കൂല. ഇത് നമ്മൾ ഗൗരവത്തോടെ ഓർക്കണം. ആ മറവിയാണ് ഇവിടെ അല്ലാഹു തആല പറയുന്നത്. ഇതറിഞ്ഞുകൊണ്ടുള്ള ഒഴിവാക്കല, അല്ലാതെ വിവരമില്ലായിട്ടല്ല. നിങ്ങൾ മറന്നത് കാരണത്താൽ നിങ്ങൾ എന്നെ മറന്നില്ലേ, നിങ്ങൾ മറന്നില്ലേ, അനുഭവിച്ചോ എന്നാണ് ആ പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഇനിയും സൂറത്ത് സ്വാദിൽ അല്ലാഹു തആല ഇതേപോലെ ഇവിടെ ലിഖാ എന്ന് പറഞ്ഞില്ലേ, അതിന്റെ മറ്റൊരു പ്രയോഗം സ്വാദ് 26-ാമത്തെ ആയത്ത് ശരിക്കും ശ്രദ്ധിക്കുക. ഇന്നല്ലദീന യദില്ലൂന അൻ സബീലില്ലാഹ് ലഹും അദാബുൻ ശദീദ് ബിമാ നസൂ യൗമൽ ഹിസാബ്. സൂറത്ത് സ്വാദ്. ഇന്നല്ലദീന, തീർച്ചയായും വഴിപഴച്ച കക്ഷികൾ, പഴച്ചുപോയവർ. എന്തിൽ നിന്ന് പഴച്ചുപോയവർ? അൻ സബീലില്ലാഹ്, അള്ളാന്റെ ശരിയായ റൂട്ടിൽ നിന്ന് തെറ്റിപ്പോയ ആൾക്കാർ. ലഹും അദാബുൻ ശദീദ്, അവർക്ക് കഠിനമായ ശിക്ഷയുണ്ടാകും. എന്താ കാരണം പറയുന്നത് കേട്ടോളൂ, അതാ പ്രത്യേകം നോട്ട് ചെയ്തോളൂ. ബിമാ നസൂ, അവർ മറന്നു. അവർ മറന്നത് കാരണത്താൽ കഠിന ശിക്ഷയുണ്ട്. എന്താ അവർ മറന്നത്? യൗമൽ ഹിസാബ്, വിചാരണ വരാനുള്ള ഒരു ദിവസം വരാനുണ്ട് എന്ന ബോധം അവർക്കുണ്ടായില്ല. പരലോകം വരാനുണ്ട്. ഇവിടെ ഞാൻ എന്ത് ചെയ്താലും
ഇവിടെ എന്നെ ചോദ്യം ചെയ്യാനൊന്നും ആരുമില്ലായിരിക്കാം, കാരണം എനിക്കെല്ലാ സ്വാധീനവും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഹിസാബ് നടക്കുന്ന മഹ്ശറിൽ എനിക്കാരുമുണ്ടാകില്ലല്ലോ എന്ന ചിന്ത അവന്റെ മനസ്സിൽ വരാതെ, വന്നാലും അത് മൈൻഡ് ചെയ്യാതെ യൗമുൽ ഹിസാബ് മറന്നു കളഞ്ഞത് കാരണത്താൽ ഹിസാബ് വരാനുണ്ടല്ലോ, ഇതിനൊക്കെ ഞാൻ എൻ്റെ റബ്ബിൻ്റെ കോടതിയിൽ കണക്ക് പറയേണ്ടി വരുമല്ലോ, ആ കാര്യം മറന്നത് കാരണത്താൽ ലഹും അദാബുൻ ശദീദ്, അവർക്ക് കഠിന കഠോരമായ ശിക്ഷയുണ്ടാകും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇവിടെയൊക്കെ പണ്ഡിതന്മാർ പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്തും ഏതും നിസ്സാരമായി കാണുക മനുഷ്യൻ ദീനിൻ്റെ കാര്യത്തിലാണ്. ദീനിൻ്റെ ഒരു കാര്യത്തിൽ അവനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവനത് മനസ്സിൽ തീരെ കൊണ്ടു നടക്കില്ല. ദുന്യാവിൻ്റെ കാര്യത്തിൽ അവന് എന്തെങ്കിലും ഒരു കോട്ടം സംഭവിച്ചാലോ വർഷങ്ങൾ കഴിഞ്ഞാലും അവൻ മറക്കൂല എന്നാണ്. മനസ്സിലാക്കിക്കൊള്ളി നിങ്ങളാ പോയിന്റ്, നമുക്കൊക്കെ ജീവിതത്തിൽ വരുന്നതാണ്. എനിക്കിപ്പോൾ ഇന്ന് സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് കിട്ടിയില്ലെങ്കിൽ, ഏതാണ് ആ സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്? ഒരു മുഅ്മിനീങ്ങളെ കാര്യം പറയാൻ നമ്മൾ ഗാഫറുകളോ വാസിക്കുകളോ അല്ലല്ലോ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഏതാണ് ആ 2 റക്അത്ത് സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? റക്അത്താൽ ഫജ്രി ഖൈറുൻ ലക മിനദ് ദുനിയാ വമാ ഫീഹാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുവിശേഷം അറിയിച്ച 2 റക്അത്ത്. ഫജ്റിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തുണ്ടല്ലോ, ദുന്യാവും അതിലുള്ളതും ഏതൊക്കെ ഉണ്ടോ അതിനേക്കാളെല്ലാം ഖൈറാണ്. അതിൻ്റെ ഒരു വാല്യൂ എത്ര അതിൻ്റെ വാല്യൂ. ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ പേരിൽ സങ്കടപ്പെട്ട് എത്ര മനുഷ്യർക്ക് മനസ്സിന് വേദനിക്കാറുണ്ട്. ഞാൻ എന്നോട് ചോദിക്കുക, നിങ്ങളോട് ചോദിക്കുക. ഇന്ന് എനിക്ക് ജമാഅത്തിന് പോകാൻ പറ്റിയില്ലല്ലോ, ഇന്ന് എനിക്ക് നിസ്കാരം നഷ്ടപ്പെട്ടല്ലോ എന്നതിൻ്റെ പേരിൽ എത്ര ദിവസം നമ്മൾ സങ്കടപ്പെട്ട് നടക്കുന്നുണ്ട്. അതേ അവസരത്തിൽ ദുന്യാവിൽ നമ്മളെ ജോലി സംബന്ധമായിട്ടോ, നമുക്ക് കിട്ടേണ്ട സാലറി സംബന്ധമായിട്ടോ, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് തുക വീണുപോയിട്ടോ, ഏതെങ്കിലും വിധത്തിലാവട്ടെ, ഒരു കുഞ്ഞു മുസീബത്ത് ദുന്യാവിൽ ബാധിച്ചാൽ അതിൻ്റെ പേരിൽ എത്ര ദിവസം നമ്മൾ ടെൻഷൻ അടിക്കും. എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ പ്രാമുഖ്യം കൊടുക്കുന്നത് ഏതിനാണ്? ദുന്യാവിനാണ്. ആഖിറത്തിൻ്റെ കാര്യം നമ്മൾ മാറ്റിവെക്കുകയാണ്. നമ്മൾക്കൊക്കെ മനപ്പാടുള്ള സൂറത്തുൽ അഅലയിൽ അത് പറയുന്നില്ലേ? ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. ബൽ തുഅ്സിറൂന, നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത്, നിങ്ങൾ പ്രാമുഖ്യം നൽകുന്നത് അൽ ഹയാത്തദ് ദുനിയാ, ഐഹിക ജീവിതത്തിലെ കാര്യങ്ങൾക്ക് മാത്രമാണ്. ഏത് സ്ഥിതിയിലാണ് നമ്മൾ ഈ ദുന്യാവിന് പ്രാധാന്യം കൊടുക്കുന്നത്? വൽ ആഖിറതു, ആഖിറമാവട്ടെ, ഖൈറുൻ വഅബ്ഖാ, അതാണ് ഖൈറെന്ന് നമുക്കറിയാഞ്ഞിട്ടല്ല, അതാണ് കാലാകാലമുള്ള ജീവിതവും എന്നറിയാഞ്ഞിട്ടല്ല. എന്നിട്ടും ആ കാലാകാലമുള്ള ജീവിതത്തിൽ എന്ത് പറ്റിയാലും എനിക്ക് പ്രശ്നമല്ല. 10, 60, 30, 40 കൊല്ലം മാത്രം ഞാൻ ജീവിക്കുന്ന ദുന്യാവിൽ എനിക്ക് ഇത്തിരി കുഞ്ഞു മുസീബത്ത് ബാധിക്കുമ്പോൾ അതിൻ്റെ പേരിൽ മാത്രം ഞാൻ സങ്കടപ്പെടുന്നു. ഇപ്പം ഇവിടെ ഇപ്പം നമുക്ക് എല്ലാം കൂടി കിട്ടി, ഞാൻ എത്ര കൊല്ലം ജീവിക്കുക മാക്സിമം? ആഖിറമോ? അതാ എന്നും ജീവിക്കുന്നത് എന്ന് അല്ലാഹു തആല പറയാം. ഒരു കവിയുടെ 2 വരികളുണ്ട്, പലപ്പോഴും ഓർമ്മപ്പെടുത്താറുള്ളൊരു വരിയാണ്. അബുനയ്യ ഇന്ന മിനർ റിജാലി ബഹീമത്തുൻ ഫീ സൂറത്തിർ റജുലിസ് സമീഇൽ മുബ്സിരി ഫത്നുൻ ബികുല്ലി മുസീബത്തിൻ ഫീ മാലിഹി വഇദാ ഉസീബ ബിദീനിഹി ലം യശ്ഉരി. അർത്ഥവത്തായ വരിക. സാവകാശം ഞാൻ ചൊല്ലിയത് ഒരുപാട് കാലാലങ്ങളൊക്കെ അത് ക്ലാസ്സുകൾ കേൾക്കുന്നു. ഈ അർത്ഥം അങ്ങനെയാണ് മനസ്സിലായിക്കോട്ടെ വെച്ചിട്ടാണ്. അബുനയ്യ, എൻ്റെ കുഞ്ഞുമോനെ, ഒരു ബാപ്പ മോനോട് കൊടുക്കുന്ന ഉപദേശമാണ്. അബുനയ്യ, എൻ്റെ കുഞ്ഞുമോനെ,
ഇന്ന മിനർ റിജാലി, മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്, ലബഹീമത്തുൻ, ചില മൃഗങ്ങളുണ്ട്, ഇരുക്കാലി മൃഗങ്ങളുണ്ട്. ഫീ സൂറത്തിർ റജുലി സമീഇൽ മുബ്സിരി, കണ്ടാൽ മനുഷ്യന്റെ കോലമാണ്, മനുഷ്യന്റെ കണ്ണുകളാണ്, മനുഷ്യന്റെ കാലുകളാണ്, മനുഷ്യന്റെ കോലമാണ്, ഇരുക്കാലിയാണ്, പക്ഷേ മൃഗത്തിന്റെ സ്വഭാവമാണ്. എൻ്റെ അടുത്ത വരി എന്താ? ഫത്തിനുൻ ബികുല്ലി മുസീബത്തിൻ ഫീ മാലിഹി, അവന്റെ ദുന്യാവിന്റെ സമ്പത്തിന്റെ കാര്യത്തിൽ, ദുന്യാവിൽ അവന് കിട്ടേണ്ടുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ വല്ല മുസീബത്തും അവന് ബാധിക്കുന്നതിനെതിരെ അവൻ വളരെ ജാഗ്രതയുള്ളവനാണ്, വളരെ ശ്രദ്ധയുള്ളവനാണ്. അത് നഷ്ടപ്പെട്ടാൽ അതിൻ്റെ പേരിൽ വല്ലാത്ത സങ്കടം കൊണ്ടും ടെൻഷൻ കൊണ്ടും നാളുകൾ തള്ളി നീക്കുന്നവനാണ്. പക്ഷേ ഫത്തിനുൻ ബികുല്ലി മുസീബത്തിൻ ഫീ മാലിഹി, അടുത്ത വരി നോക്കൂ, വൈദാ ഉസീബ ബി ദീനിഹി ലം യശ്ഉരി, അവന്റെ ദീനിൽ എന്തെങ്കിലും ഒരു കുറവ് വന്ന അറിഞ്ഞതുപോലുമില്ലാത്ത നിലക്കോൻ ജീവിക്കുന്നു, മൈൻഡേ ചെയ്യൂല. സുഹൃത്തുക്കളെ, നമ്മളുടെ പ്രശ്നം അതാണ്. ഞാൻ നിങ്ങളൊക്കെ ആലോചിക്കുക, നമ്മളെ ദീനിൽ നമുക്ക് കോട്ടങ്ങൾ സംഭവിച്ചാൽ അതിൻ്റെ പേരിൽ നമുക്ക് സങ്കടമില്ല, ദുഃഖമൊന്നുമില്ല. ദുന്യാവിൽ സംഭവിച്ചു കഴിഞ്ഞാൽ എത്ര ആളോടത് പറയും? എത്ര കാലം ആ വേദന മനസ്സിൽ നിലനിൽക്കും? എത്ര കാലം നമ്മൾ ടെൻഷൻ അനുഭവിക്കും? മറിച്ച് ആഖിറം പ്രധാനമായിട്ട് കണ്ടെങ്കിൽ നമ്മൾ അത് നഷ്ടപ്പെട്ടതിൻ്റെ പേരിലല്ലേ സങ്കടപ്പെടേണ്ടത്? അത് നഷ്ടപ്പെട്ടതിൻ്റെ പേരിലല്ലേ നമുക്ക് ഉറക്കം നഷ്ടപ്പെടേണ്ടത്? അത് നഷ്ടപ്പെട്ടതിൻ്റെ പേരിലല്ലേ ആ നഷ്ടത്തിന് കാരണമായതെന്തോ അത് ഇനി ഉണ്ടാവാതിരിക്കാൻ നോക്കേണ്ടത്? അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടെ എന്താണ്? നസു യൗമൽ ഹിസാബ് എന്ന് പറഞ്ഞില്ലേ? ആ ഹിസാബിനെ നമ്മൾ മറക്കുകയാണ്. ഇത് നമ്മൾ ഗൗരവത്തോടു കൂടെ ആലോചിക്കണം. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആക്ഷേപാർഹമായ മറവിയെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നിടത്തൊക്കെ റബ്ബ് ഒരു 10 കാര്യങ്ങൾ പലയിടങ്ങളിലായിട്ട് നമ്മളാണ്ട് എണ്ണിയാണ് രേഖപ്പെടുത്തുകയാണെങ്കിൽ 10 കാര്യങ്ങൾ ഇതിനോട് പല സ്ഥലങ്ങളിലായിട്ട് ചേർത്ത് പറയുന്നുണ്ട്. ഒന്ന് കുഫർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. മറ്റൊന്ന് കളവാക്കുക, മറ്റൊന്ന് വിശ്വസിക്കാതിരിക്കുക, മറ്റൊന്ന് തകബ്ബുർ, കിബിർ, ജുഹൂദ്, നിഷേധം, ഇറാദ്, അവഗണിച്ച് തള്ളിക്കളയുക, ദുർമാർഗത്തിലേക്ക് വഴുതി വീഴുക, അക്രമികളാവുക, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ മറന്നു കളയുക, പരലോകം മറന്നു കളയുക. ഇതൊക്കെ ഒരുമിച്ചിങ്ങനെ ചേർത്ത് പറയുന്നിടത്തും ഒറ്റക്കൊറ്റക്കായി പറയുന്നിടത്തുമൊക്കെ പലയിടത്തും അള്ളാഹു അതിന് കാരണം പറയും, ലഹുവും ലഅബും. കണ്ടോ? പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്താ നമ്മളെ അള്ളാഹുവിനെ കുറിച്ച് മറപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളെ കുഫറിലേക്ക്, പിന്നെ ശിർക്കിലേക്ക്, തോന്നിയാസത്തിലേക്കൊക്കെ നയിക്കുന്ന ലഹ്വ്, ലഅബ്, വിനോദവും കളിയും തമാശയും. നമുക്കൊക്കെ ഒരു കളിയാണ്, നമുക്കെല്ലാം ഒരു വിനോദമാണ്, എല്ലാം ഒരു അതിൻ്റെ ഗൗരവമല്ല. സുഹൃത്തുക്കളെ, അതിൽ പെടാതിരിക്കാൻ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആക്ഷേപാർഹമായ മറവികൾ വരാനുണ്ടാകുന്ന കാരണമാണ്. ഏറ്റവും കടുത്ത മറവി അള്ളാഹനെ മറക്കൽ തന്നെയാണ്. മുനാഫിക്കുകളെ കുറിച്ച് സൂറത്ത് തൗബയിൽ 67-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, അൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു ബഅ്ദുഹും മിൻ ബഅദ് യഅ്മുറൂന ബിൽ മുൻകരി വയൻഹൗന അനിൽ മഅറൂഫി വയഖ്ബിദൂന അയ്ദിയഹും നസുല്ലാഹ ഫനസിയഹും ഇന്നൽ മുനാഫിഖീന ഹുമുൽ ഫാസിഖൂൻ. സൂറത്ത് തൗബ. എന്താ അല്ലാഹു പറയുന്നത്? അൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു, കപടന്മാരായ ആണുങ്ങളും പെണ്ണുങ്ങളും അവരുടെ സ്വഭാവം എന്താണ്? കാപട്യമുള്ള ആണിൻ്റെയും പെണ്ണിൻ്റെയും സ്വഭാവം. അവർ ജനങ്ങളോട് തിന്മക്കാണ് പ്രോത്സാഹനം കൊടുക്കുക, നന്മയില്ലെന്ന് അവർ ജനങ്ങളെ പിന്തിരിപ്പിക്കുകയും ചെയ്യും. എത്ര മനോഹരമായിട്ടാണ് അല്ലാഹു തആല ആ ഗുണോടെ പറഞ്ഞത്. മുഅ്മിനീങ്ങളെ കുറിച്ച് അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികളായ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ അവർ നന്മ കൊണ്ട് കൽപ്പിക്കും, തിന്മ വിരോധിക്കും. മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞിടത്ത് എന്താ പറഞ്ഞത്? അവർ തിന്മക്ക് പ്രോത്സാഹിപ്പിക്കും, തിന്മ കൽപ്പിക്കും, നന്മ മുടക്കും.
നന്മ മുടക്കുകയും ചെയ്യും. എന്നിട്ടോ വയഖ്ബിലൂന ഐദിയഹും, അവരുടെ കൈകൾ അവർ പിടിച്ചു വെക്കും. കാനത്ത പിഷ്കന്മാരായിരിക്കും, ചെലവഴിക്കൂല. അടുത്ത വാചകം നോക്കൂ, നസുല്ലാ, അവരെ അള്ളാനെ മറന്ന് ജീവിക്കുന്ന കമ്പനിയാണ്. ഫനസിയഹും, അള്ളാഹ് അവരുടെ കാര്യവും വിസ്മരിക്കുന്നു. ഇന്നൽ മുനാഫിഖീന, തീർച്ചയായും കപടന്മാർ, ഹുമുൽ ഫാസിഖൂൻ, അവർ തന്നെയാണ് തെമ്മാടികൾ. അത് വിശദീകരിക്കുന്നിടത്ത് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്ന ഒരു വർത്താനുണ്ട്. മുനാഫിക്കുകളെ നേരെ എതിരായിരിക്കും മോമിനീങ്ങൾ. ഫൽ മോമിനു ദായിമുൽ ദിക്രി ലില്ലാഹ് വൽ മുനാഫിഖു യൻസാ ദിക്റല്ലാഹ്. കണ്ടോ, ഇതൊക്കെ നമ്മൾ മറക്കരുത് കേട്ടോ. സത്യവിശ്വാസി ദിക്ർ ദായിമാക്കും, മുനാഫിക്ക് ദിക്ർ മറക്കും. പരിശോധിക്കുക. ഇന്ന് രാവിലെ എഴുന്നേറ്റത് മുതൽ ചൊല്ലേണ്ട ഈ സെക്കൻഡ് വരെ ചൊല്ലേണ്ട ദിക്റുകളും ദുആകളും അദ്കാറു സബാഹുകളും മസാഹുകളും അടക്കമുള്ള അദ്കാറുകൾ ചൊല്ലിയവരെത്ര, ചൊല്ലാത്തവരെത്ര? സ്വന്തത്തോട് ചോദിക്ക്, ഞാൻ ഏത് വകുപ്പിൽ പെടുന്നു? നമ്മൾ ഉത്തരം കണ്ടെത്തിയാൽ മതി. അല്ലാഹു തആല ഇതിൽ പെട്ടുപോകാതിരിക്കാൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ യഹൂദിയുടെയും ഈ നസറാനിയുടെയും ഈ മുനാഫിക്കിന്റെ ഒക്കെ സ്വഭാവം പറഞ്ഞിട്ട് അല്ലാഹ് പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ആയത്താ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ. നാളേക്ക് വേണ്ടി എന്തൊരുക്കി വെച്ചിട്ടുണ്ട് എന്നോരോരുത്തരും ചിന്തിക്കണേ. ഏതായി നാളെ? ഏതായി നാളെ? അടുത്ത സെക്കൻഡ് 7 ടീനേജുകാര് മങ്കടയില് കൊരങ്ങൻചോല എന്ന് പറയുന്ന ഒരു മലന്റെ മുകളിൽ സ്ഥലം കാണാൻ വേണ്ടി പോയി കുത്തിരുന്നതാണ്. മിഞ്ഞാന്ന് നടന്ന സംഭവമാണ്. 18 ടീനേജുകാർ, 20ന്റെ താഴെയുള്ള കുട്ടികൾ. ഒരു മൈക്രോ സെക്കൻഡ് കൊണ്ടാണ് മിന്നൽ വന്നത്. 4 മരണപ്പെട്ടു. ആണെന്ന് ആലോചിച്ച് നോക്കിയേ. എന്താ ഈ നാളെ? ഉദാഹരണം പറയണേ, എന്താ ഈ നാളെ? മൈക്രോ സെക്കൻഡുകൾക്കകം നാളെയിലേക്ക്, നമ്മുടെ നാളെയിലേക്ക് നമ്മളാണ് കിടക്കും. മരണമാണ് നടക്കുകയാണ്. ഒന്നിനും സമയമില്ല. ലാ യസ്തതിഊന തൗസിയ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. ഒരു വസിയത്ത് കൊടുക്കാനും നേരല്ല. എൻ്റെ കുട്ടികളൊന്ന് പോയി കണ്ടോട്ടെ, എൻ്റെ ഉമ്മാനൊന്ന് പോയി കണ്ടോട്ടെ, ഉപ്പയെ ഒന്ന് പോയി കണ്ടോട്ടെ, എല്ലാവരും ഒന്ന് പോയിട്ടൊന്ന് എല്ലാവരും ഒന്ന് കണ്ടിട്ട് എന്നെ മരിപ്പിച്ചോ? അവസരമില്ല. ഏത് സ്പോട്ടിൽ അല്ലാഹ് നിശ്ചയിച്ചോ മൈക്രോ സെക്കൻഡ് കൊണ്ട് നമ്മൾ മരണം നടക്കും. ആ മരണം നടന്നതുപോലെ നമ്മുടെ കഥ ആരംഭിക്കണം. നമ്മളെ അമലിൻ്റെതായ ചാപ്റ്റർ ക്ലോസ്ഡ്. അതാ പറയണത്, നാളേക്ക് വേണ്ടി എന്തൊരുക്കി വെച്ചു എന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ. റബ്ബേ, ഞാൻ ഇന്നാണ് മരിച്ചാൽ, ഇപ്പം ഞാനാണ് മരിച്ചാൽ, എത്രയും വേഗം നമ്മളെ ബന്ധപ്പെട്ടവർ കൊണ്ടുപോയി ഖബറിലാക്കും. എനിക്കെൻ്റെ അമല് മാത്രമാണ് തോന്നുള്ളത്. വയബ്ഖാ അമലുഹു, അമല് മാത്രം ഖബറിലുണ്ടാവും. അതിനെന്താ ഒരുക്കിയതെന്ന് ഓരോരുത്തരും ചിന്തിച്ചോളൂ എന്ന് അല്ലാഹ് പറയണേ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ റബ്ബ് നിങ്ങളോട് നന്നായി സൂക്ഷ്മമായി പറഞ്ഞു തരുന്ന ലോകമാണ്. അള്ളാഹ്ക്കൊക്കെ വിവരം കിട്ടോ, മറന്നു പോകൂല. ഇനി അടുത്ത വചനം ശ്രദ്ധിച്ചോ. വലാ തകൂനൂ, നിങ്ങളായി തീരരുത് മുഅ്മിനീങ്ങളെ, കല്ലദീന നസുല്ലാഹ്, അള്ളാനെ മറന്നു ജീവിച്ച ഒരു കൂട്ടരിവിടുണ്ട്. അതുപോലെ നിങ്ങളാവരുതേ. ഫഅൻസാഹും അൻഫുസഹും, അവർ അള്ളാനെ മറന്നപ്പോണ്ടായ ദുര്യോഗം എന്താണ്? അവരവരെ തന്നെ മറന്നു ജീവിച്ചു. അത് വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിരിങ്ങൾ പറഞ്ഞതെന്താ അറിയോ? അവര് അള്ളാനെ മറന്നപ്പോൾ അവരെ തന്നെ മറന്നു എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് പരലോകത്ത് രക്ഷപ്പെടാനുള്ള അമല് ചെയ്യാൻ പിന്നെ അവർക്ക് സമയം കിട്ടിയില്ല. തെമ്മാടികളായ ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാണ് തെമ്മാടികൾ. തെമ്മാടികൾ എന്നാ അവരെ പറയും. നമ്മൾ ഒരാൾ മുഖത്തോക്കിയുടെ തെമ്മാടിയെ വിളിച്ചതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. സഹിക്കുമോ നമുക്ക് ആ വിളി? എത്ര സ്ഥലത്താണല്ലോ പറയണേ, ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ തെമ്മാടികളാണ്, അവർ തെമ്മാടികളാണ്.
എൻ്റെ അർത്ഥമാണത്. അപ്പൊ സുഹൃത്തുക്കളെ, എന്താണ് ഇതിലൊക്കെ ഈ പറയുന്നത്? അവിടെയൊക്കെ ഇതാണ് നമ്മളെ വിഷയം, ഇതാണ് ഇത്ര വിശദീകരിക്കുന്നത് ഞാൻ. എന്താ ഇവിടെ അല്ലാഹു തആല പറയുന്നത്? വലാ തകൂനു കല്ലദീന നസുല്ലാഹ്, അവരല്ലാഹനെ മറന്ന് ജീവിച്ചവരാണ്, അതുപോലെ നിങ്ങളാവരുതേ. എത്ര സ്നേഹത്തോടെയാ വിളിച്ചത്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ. അല്ലാഹുവിന്റെ വിളിയാണ്. എന്നിട്ടും നമ്മൾ സുബഹിക്ക് എഴുന്നേൽക്കാതെ, ഇതാ ഇപ്പോഴത്തെ പ്രശ്നം എന്താ, അപ്പം സുബഹിക്ക് എഴുന്നേൽക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. 4 മണിക്ക് സുബഹിയാണ്. ഇപ്പം നമ്മൾ പോയാണ് കടന്ന് ഒന്ന് ഉറക്കം പിടിക്കണം എന്നുണ്ടെങ്കിൽ നേരം കുറേ പിടിക്കും. എപ്പോഴാണ് നീക്കുക? ആ ബാങ്കാണ് കേൾക്കുമ്പോഴാണ് അതിൻ്റെ മുമ്പ് തന്നെയാണ് കൊട്ടിപ്പടഞ്ഞ് നീറ്റ് പള്ളിയിലേക്കാണ് പോകണമെങ്കിൽ കുറച്ച് ഈമാനൊക്കെ പോകണം. അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, ഈമാൻ നമുക്ക് പ്രയാസം ഉണ്ടാവുമ്പോൾ, നല്ല ഉറക്കം വരുന്ന സമയത്ത് ഉളുടുക്കാൻ മടിയായിരിക്കും ഉറങ്ങാൻ പോകുമ്പോൾ. ഇപ്പോൾ വേഗം കടന്നാൽ ഉളുടുത്താൽ പിന്നെ ഉറക്കം പോവുകയല്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കുക. അതിനോട് ബിലീസാ പറയണമെന്നും പറഞ്ഞ് ഞാൻ പോയിട്ട് ഉളുടുത്ത് കിടക്കുകയാണെങ്കിൽ ആ ഉറക്കിന് ഞാനാണ് മരിച്ചാലൊരു നല്ല മരണം കിട്ടിയെന്നല്ലേ. അപ്പം നമ്മളെങ്ങനെ വേട്ടയാടുകയാണ് ശൈത്താൻ. നമ്മളെ കൊണ്ട് പലതും മറപ്പിക്കാനും, ഓർമ്മ ഉണ്ടെങ്കിൽ തന്നെ അത് വേണ്ടാന്ന് നോർമലി ചെയ്യിപ്പിക്കാനും ഒക്കെ ഇങ്ങനെ മറക്കും. ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് ആരാ? അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല പറഞ്ഞതെന്താ? ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്താൻ. കണ്ടോ? ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്താൻ ഫഅൻസാഹും ദിക്റല്ലാഹ് ഉലൈക ഹിസ്ബുശ് ശൈത്താൻ അലാ ഇന്ന ഹിസ്ബശ് ശൈത്താനി ഹുമുൽ ഖാസിറൂൻ. സൂറത്ത് മുജാദില 19-ാമത്തെ ആയത്ത്. ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്താനു, ശൈത്താൻ അവരുടെ മേൽ ആധിപത്യം നേടി. ശൈത്താനാണ് അവർക്ക് അധികാരം. അവരിൽ ഇപ്പം അധികാരം ആർക്കാണ്? ശൈത്താനാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? വേറെ ആർക്കെങ്കിലും അധികാരം ഉണ്ടോ? ഉണ്ട്. ആർക്കാ അധികാരമുള്ളത്? പറയും. ഓരോ മനുഷ്യൻ്റെ കൂടെയും 2 ആളുണ്ട് എന്ന് നമ്മൾ പഠിച്ചു വെക്കേണ്ട പ്രാഥമിക പാഠാണ്. ഓരോ മനുഷ്യൻ്റെ കൂടെയും 2 ആളുകളുണ്ട്. ഒന്ന് ശൈത്താനാണ്, മറ്റൊന്ന് മലക്കാണ്. മലക്ക് നന്മക്ക് പ്രേരിപ്പിക്കും, ശൈത്താൻ തിന്മക്ക് പ്രേരിപ്പിക്കും. നമ്മുടെ ബോഡിയിലുള്ള, നമ്മുടെ ശരീരത്തിലുള്ള ശൈത്താനിനാണ് നമ്മൾ ഏറ്റവും സ്നേഹം കൊടുക്കുന്നതെങ്കിൽ അവനാണ് നമ്മുടെ ബോഡിയിൽ അധികാരം ഉണ്ടാവുക. നമ്മൾ നല്ലത് ചെയ്യുന്നു, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, ശൈത്താൻ ദുർബലാവും, മലക്കുഷാറാവും. നമ്മൾ ചീത്തയായ പ്രവർത്തികളാണോ കാണുന്നതും കേൾക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ, ശൈത്താൻ നമ്മളിൽ ആധിപത്യം നേടി മലക്കവിടെ ദുർബലാവും. അതാ അവിടെ ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്താൻ എന്ന് പറഞ്ഞത്. ശൈത്താൻ അവരുടെ മേൽ ആധിപത്യം നേടി. അങ്ങനെ അത് കാരണം ഫഅൻസാഹും, അതാ പോയിന്റ്, ഫഅൻസാഹും ദിക്റല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അവരെ മറപ്പിച്ചു കളഞ്ഞു. ഉലൈക ഹിസ്ബുശ് ശൈത്താൻ, ഇക്കോട്ടറി ഏത് പാർട്ടിയാ? ഖുർആനിന്റെ ഭാഷയിൽ 2 പാർട്ടിയാണ്. ഒന്ന് ഹിസ്ബുല്ലാഹ്, മറ്റൊന്ന് ഹിസ്ബുശ് ശൈത്താൻ. ഒന്ന് അല്ലാഹുവിന്റെ പാർട്ടി, മറ്റൊന്ന് ശൈത്താന്റെ പാർട്ടി. ഇവര് ശൈത്താന്റെ പാർട്ടിയാണ്. അലാ, നിങ്ങൾ അറിഞ്ഞിരിക്കണേ, ഇന്ന ഹിസ്ബശ് ശൈത്താൻ, തീർച്ചയായും ശൈത്താന്റെ പാർട്ടി എന്ന് പറയുന്നത് ഹുമുൽ ഖാസിറൂൻ, അവരാണ് ഏറ്റവും നഷ്ടപ്പെട്ട പോയ ആളുകൾ. ഏറ്റവും നഷ്ടകാരികൾ ശൈത്താന്റെ പാർട്ടിയാണ്. അതുകൊണ്ടാണ് നാളെ മഹ്ശറിൽ വെച്ച്, പരലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ആളുകൾ മഹ്ശറിൽ വരുമ്പോൾ അവർ ചോദിക്കും. ഖുർആൻ പറയുന്നുണ്ട് സൂറത്ത് ത്വാഹ 126-ാമത്തെ ആയത്ത്, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ ഖാല റബ്ബി ലിമ ഹശർതനി അഅ്മാ വഖദ് കുൻതു ബസീറാ. ഇനി ശ്രദ്ധിക്ക്, ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ വമൻ അഅറദ അൻ ദിക്രി, എന്നെ ഓർക്കേണ്ടിടത്ത് എന്നെ ഓർക്കാതെ അതൊക്കെ ഓർമ്മയിണ്ടാക്കി തള്ളിക്കളഞ്ഞ് അവഗണിച്ച് കളഞ്ഞവനാരോ, ഫഇന്ന ലഹു മഈശതൻ ലൻകാ, അവന് വളരെ കുടുസായ ഒരു ജീവിതമാണ് കിട്ടാൻ പോകുന്നത്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ,
ഖബറിൽ നിന്ന് ബശറിലേക്ക് അവൻ പോകുമ്പോൾ തപ്പിത്തടഞ്ഞുകൊണ്ടാണ് അവൻ പോകേണ്ടി വരുന്നത്. അവൻ്റെ 2 കണ്ണും കാണാനില്ല. ആ സമയത്ത് അവൻ റബ്ബിനോട് കെഞ്ചി ചോദിക്കും, റബ്ബി, എൻ്റെ രക്ഷിതാവേ, ലിമ ഹശർതനീ അഅ്മാ, നീ എന്തേ എന്നെ അന്ധനാക്കിയത്? നീ എന്തേ എന്നെ ബ്ലൈൻഡാക്കി മാറ്റിയത്? ഞാൻ നല്ല കാഴ്ചയുള്ളവനായിരുന്നുവല്ലോ ദുന്യാവിൽ. അള്ള കൊടുക്കുന്ന മറുപടി അതേടോ, കദാലിക, പ്രകാരം, അത്തത്ക ആയാതുനാ, നീ ദുന്യാവിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ ആയത്തുകളൊക്കെ നിനക്ക് വന്നു കിട്ടിയപ്പോൾ ഫനസീതഹാ, നീ അത് കണ്ടില്ലെന്ന് നടിച്ചവനാണ്, കേട്ടില്ലെന്ന് നടിച്ചവനാണ്, അതിനെല്ലാം അവഗണിച്ച് മറന്നു കളഞ്ഞവനാ. അതുകൊണ്ട് വകദാലികൽ യൗമ തുൻസാ, ഇന്ന് നിന്റെ കാര്യവും ഞാൻ അവഗണിക്കുന്നു. നീ ദുന്യാവിൽ എന്നെ അവഗണിച്ചില്ലേ, അതിൻ്റെ ഫലം എന്ന നിലയ്ക്ക് ഇന്ന് നിന്റെ കാര്യം ഞാനും എന്ത് ചെയ്യാണ്? അവഗണിച്ച് തള്ളിക്കളയുന്നു. നമ്മൾ ഓതുന്ന ഖുർആനിലെ സൂറത്തു ത്വാഹ 126 ആയത്ത്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, ഒറ്റ കാര്യം കൂടി പറയാതിരിക്കാൻ വയ്യ. നമ്മളെ എല്ലാവർക്കും ഒരു മനസ്സിലൊരു ധാരണ ഉണ്ട്, എന്ത് തമ്മാടിത്തം ചെയ്താലും ഇപ്പം എനിക്ക് സുഖത്തിന് കുറവൊന്നുമില്ലല്ലോ, അങ്ങനെയൊക്കെ ജീവിച്ചാലും എന്താപ്പം എനിക്ക് കുറവ്. അതിനെക്കുറിച്ചും അള്ള പറഞ്ഞ ആയത്തിന്റെ സൂറത്തുൽ അൻആം 44 ആയത്ത്, ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇൻ ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതൂ അഖദ്നാഹും ബഗ്തതൻ ഫഇദാ ഹും മുബ്ലിസൂൻ. നമ്മളവരോട് ഉത്ബോധിച്ച ഉത്ബോധനങ്ങളൊക്കെ അവർ മറന്നു കളഞ്ഞപ്പോ അവരെ പെട്ടെന്ന് ഞാൻ ശിക്ഷിച്ചു എന്നല്ല. തെമ്മാടിത്തം അവർ വർദ്ധിപ്പിച്ചപ്പോ അവരെ ഞാൻ പെട്ടെന്ന് അപ്പത്തന്നെയാണ് പിടിച്ച് ശിക്ഷിച്ചു എന്നല്ല അള്ള പറയണത്. ശരിക്ക് ശ്രദ്ധിക്ക്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ വേർഡുകളല്ലേ. ഫതഹ്നാ അലൈഹിം, ആ തെമ്മാടികൾക്ക് നാം തുറന്നു കൊടുത്തു, അബ്വാബ കുല്ലി ശൈഇൻ, എല്ലാ നിഅമത്തിന്റെയും ഡോറുകൾ. സുഖവും സൗകര്യമൊക്കെ പിന്നെയും വാരി കോരിയാണ് കൊടുത്തു. എപ്പോ? തെമ്മാടിത്തം ചെയ്തപ്പോ. അപ്പ ആ തെമ്മാടി എന്ത് വിചാരിച്ചു അറിയോ? ഇനി എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. അടുത്ത വാചകം ശ്രദ്ധിക്ക്, ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതൂ, അങ്ങനെ അവനക്ക് കിട്ടിയ സുഖങ്ങളിലും സൗകര്യങ്ങളിലും അവൻ മതിമറന്ന് ആഹ്ലാദിച്ചപ്പോൾ അഖദ്നാഹും ബഗ്തതൻ, ഒറ്റ പിടിയാണ് പിടിച്ചു. ഫൈദാഹും മുബ്ലിസൂൻ, അന്നേരം അതാ ഒരു വല്ലാത്ത നിരാശയിൽ അല്ലാ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞു നോക്കണു. വിടൂല ഞാൻ. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ ഖുർആൻ ഓതിയാ കരയെന്ന് പറയുന്നത് ഇതാണ്. അർത്ഥവും ആശയവും ചിന്തിച്ചാൽ നമുക്ക് കരയാൻ പറ്റുമായിരിക്കോ? കരയാതിരിക്കാൻ പറ്റുമോ? എന്താ ഈ പറയണതല്ല? ആരെക്കുറിച്ചാ ഈ പറയണതല്ല? അപ്പൊ സുഹൃത്തുക്കളെ, ഇതിനൊക്കെയുള്ള പരിഹാരം പറയണ എന്താ? അള്ളാഹു നിങ്ങൾ ദിക്റുകൾ അധികരിപ്പിക്കണം, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മകൾ അധികരിപ്പിക്കണം, ദീനിന്റെ കാര്യത്തിന് മുൻഗണന കൊടുക്കണം. ദുന്യാവിൽ എന്ത് അബദ്ധം സംഭവിച്ചാലും ദുന്യാവിൽ തിരുത്തിയെടുക്കാൻ നമുക്ക് ചാൻസ് ഉണ്ട്. പരലോക കാര്യത്തിൽ വരുന്ന നഷ്ടങ്ങൾക്ക് തിരിച്ചെടുക്കാൻ ചാൻസ് ഉണ്ടാവില്ല മരണാനന്തരം. അത് നമ്മളെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കട്ടെ. സുഹൃത്തുക്കളെ, ധാരാളം ധാരാളം വചനങ്ങൾ ഇത് സംബന്ധമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അള്ളാഹുവിനെ മറക്കരുത്. ഈ ആയത്ത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇവിടെ പറഞ്ഞതെന്താണ്? നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ കണ്ടുമുട്ടുന്നത് മറന്നത് കാരണത്താൽ, ആയത്തിലേക്ക് മടങ്ങി വരൂ, ഫദൂഖൂ, നിങ്ങൾ അനുഭവിച്ചോളൂ, ബിമാ നസീതും, നിങ്ങൾ മറന്നത് കാരണത്താൽ. എന്താ നിങ്ങൾ മറന്നത്? ലിഖാ, കണ്ടുമുട്ടുന്നത്, യൗമിക്കും ഹാദാ, ഇതാ ഈ ദിവസത്തെ കണ്ടുമുട്ടുന്നത് നിങ്ങൾ മറന്നു. ഇന്നാ നസീനാക്കും, തീർച്ചയായും നാം നിങ്ങളെ കാര്യവും ഇതാ മറക്കുന്നു. അള്ള മറക്കുവോ? അപ്പൊ ഇവിടെ മറവി എന്ന് പറഞ്ഞാൽ എന്താ? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നസിയക്ക് തറക്കാന്നർത്ഥണ്ട്, അയറതാന്നർത്ഥണ്ട്. ശരിക്കും ശ്രദ്ധിക്കണം അവിടെ കേട്ടോ. അള്ളാഹ്ക്ക് മറവില്ല. ഞാൻ നിങ്ങളെ കാര്യവും മറക്കുകയാണെന്ന് പറഞ്ഞാൽ അള്ള അങ്ങനെ മറക്കുവോ? അള്ളാഹ്ക്ക് മറവിണ്ടോ? പിന്നെന്താ അതിനർത്ഥം? നിങ്ങൾ എന്നെ അവഗണിച്ചില്ലേ, നിങ്ങൾ എൻ്റെ നിയമങ്ങളെ
കാറ്റിൽ പറത്തിയില്ലേ? നിങ്ങൾ എൻ്റെ നിയമങ്ങളെ ഉപേക്ഷിച്ചില്ലേ? തറക്കൂ വഅറളൂന് ഞാൻ നേരത്തെ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറഞ്ഞ വ്യാഖ്യാനം പറഞ്ഞില്ലേ? അതേപോലെ നിങ്ങൾ ചെയ്തതിൻ്റെ ജസാ എന്ന നിലക്ക് ഇന്നാ നസീനാക്കും, നിങ്ങളെ കാര്യവും ഞാൻ ഉപേക്ഷിക്കുകയാണ്, നിങ്ങളെയും ഞാൻ എന്ത് ചെയ്യാണ്? അവഗണിച്ച് തള്ളിക്കളയുകയാണ്. അനുഭവിക്കണടാ, വദൂഖു ആസ്വദിക്കടോ, അദാബൽ ഖുൽദി ശാശ്വതത്വത്തിന്റെ ശിക്ഷ, ബിമാ കുന്തും തഅമലൂൻ നിങ്ങൾ പ്രവർത്തിച്ചത് കാരണത്താൽ. ഞാൻ ആരോടും അക്രമം ചെയ്യൂല, ഞാൻ ആരോടും അല്പം തരിമ്പ് പോലും അനീതി ചെയ്യൂല, നിങ്ങൾ ചെയ്ത ചെയ്തികൾ നിമിത്തം ആസ്വദിച്ചോളൂ എന്ന് പറയപ്പെടും എന്നാണ്. സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബിനെ മറന്നുള്ള ഒരു ജീവിതം ഇന്ന് ലോകത്ത് വ്യാപകമാണ്. നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുക. എത്ര സമയത്താണ് ഞാൻ എൻ്റെ റബ്ബിൻ്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നത്? എത്രയാണ് ഞാൻ നിയമങ്ങളെ അവഗണിച്ച് തള്ളിക്കളയുന്നത്? എന്ത് പറയും പരലോക കോടതിയിൽ? ആരുണ്ട് നമുക്ക് വക്കാലത്ത് പറയാൻ? അവിടെ ആരുണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു നിസിയാൻ നമ്മളിൽ ഉണ്ടാവരുത്. മറിച്ച് പ്രകൃതി സഹജമായ നിസിയാനുകളൊക്കെ അള്ളാഹു എന്ത് ചെയ്യും? പൂർത്തു തരും. അറിഞ്ഞുകൊണ്ടൊരു തെറ്റിൽ നമ്മൾ പോകരുത്. അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു നിയമത്തെ നമ്മൾ പരിഹസിക്കുകയോ അവഗണിച്ച് തള്ളിക്കളയുകയോ ചെയ്യരുത്. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സലാമുൻ അലൈക്കും ബിമാ സബർത്തും, നിങ്ങൾ ഒരുപാട് സഹിക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്തിട്ട് സൽക്കർമ്മം ചെയ്തിട്ട് മരിച്ചു വന്നവരല്ലേ, നിങ്ങൾ സ്വർഗത്തിലേക്ക് കയറിക്കോന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.